നമസ്കാരം. ലേറ്റസ്റ്റ് ഓഫ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് NCRTCയിലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 226 ഒഴിവുകളിലേക്കുള്ള അപേക്ഷകളാണ് ഇപ്പോൾ അവർ ക്ഷണിക്കുന്നത്. നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്കുള്ള ഒഴിവുകളാണ്. ഡിഗ്രി, ഡിപ്ലോമ, IT യോഗ്യതയുള്ളവരിൽ നിന്നാണ് അവരിപ്പോൾ അപേക്ഷകൾ ക്ഷണിക്കുന്നത്. വിവിധ തസ്തികകളിലായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 35,250 രൂപ വരെ മാസശമ്പളം ലഭിക്കുന്ന ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ഓഫ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടി ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ NCRTCയിലേക്കുള്ള ജോലികളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ്. നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അവരുടെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിന്റെ സ്റ്റാഫിന്റെ വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അവരുടെ വേക്കൻസി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളെ കുറിച്ചാണ് അവർ നൽകിയിരിക്കുന്നത്. അതായത് ഓൺലൈൻ ഡേറ്റുകൾ, ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആകുന്ന ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 15/9/2021 രാവിലെ 10 മണി മുതൽ സ്റ്റാർട്ട് ആകുന്നതാണ്. അതോടൊപ്പം തന്നെ അപേക്ഷകൾ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ആകുന്ന ഡേറ്റ് ആയിട്ട്, അവസാനമായിട്ട് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 30/9/2021 രാത്രി 11:59 വരെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ടെന്റേറ്റീവ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ഒക്ടോബർ ആണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ 2021 എന്നാണ് അവർ നൽകിയിട്ടുമുള്ളത്. വേക്കൻസി ഡീറ്റെയിൽസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊരു താൽക്കാലിക കോൺട്രാക്ട് ബേസിലുള്ള ഒഴിവുകളായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആകെ മൊത്തം 226 ഒഴിവുകളാണെങ്കിൽ പോലും 11 തസ്തികകളായിട്ടാണ് അവർ 226 ഒഴിവുകളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നത്. വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽഡ് ചാർട്ടാണ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ തസ്തികയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് മെയിൻ്റനൻസ് അസോസിയേറ്റ് മെക്കാനിക്കൽ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് അസോസിയേറ്റ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 36 വേക്കൻസിയാണ്. ആകെ മൊത്തം 36 വേക്കൻസി ആണെങ്കിൽ പോലും അവർ കാറ്റഗറി വൈസ് റിസർവേഷൻ ബേസ് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിൽ ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസ് അസോസിയേറ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് 22 വേക്കൻസിയും മെയിൻ്റനൻസ് അസോസിയേറ്റ് സിവിൽ എന്ന തസ്തികയിലേക്ക് 2 വേക്കൻസിയുമാണുള്ളത്. ഈ 4 തസ്തികയിലേക്കുമുള്ള പ്രായപരിധിയായിട്ട് പറയുന്നത് 28 വയസ്സാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 3 വർഷത്തെ ഡിപ്ലോമയാണ് ചോദിച്ചിരിക്കുന്നത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷത്തെ റെലവന്റ് ട്രേഡിലുള്ള ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അടുത്ത തസ്തികയായിട്ടുള്ള പ്രോഗ്രാമിംഗ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് 4 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മാക്സിമം ഏജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 38 വയസ്സാണ് പ്രായപരിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള 3 വർഷത്തെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡിപ്ലോമ യോഗ്യതയോ ITയിലോ അല്ലെന്നുണ്ടെങ്കിൽ BCAയോ B.Sc ITI യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അടുത്ത തസ്തികയായ ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യനിലേക്ക് 43 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന് പറയുന്ന തസ്തികയിലേക്ക് 27 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നീഷ്യൻ എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷനിലേക്ക് 3 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടെക്നീഷ്യൻ ഫിറ്ററിലേക്ക് 18 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 4 തസ്തികകളിലേക്കുമുള്ള മാക്സിമം അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 25 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ 4 തസ്തികയിലേക്കുമുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന റെലവന്റ് ട്രേഡിലുള്ള ITI, NCVT അല്ലെങ്കിൽ SCVT യോഗ്യത സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിട്ടുമുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അടുത്ത തസ്തികയായിട്ടുള്ള ടെക്നീഷ്യൻ വെൽഡർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള 25 വയസ്സാണ്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ITI യോഗ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. വെൽഡർ എന്ന് പറയുന്ന ട്രേഡിലുള്ള NCVT, SCVT യോഗ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അടുത്ത തസ്തികയായിട്ടുള്ള സ്റ്റേഷൻ കൺട്രോളർ
ട്രെയിൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 67 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രായപരിധിയായിട്ട് പറഞ്ഞിട്ടുള്ള 28 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന 3 വർഷത്തെ ഡിപ്ലോമ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ അതിനോട് തത്തുല്യ യോഗ്യതയോ B.Sc ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് അവർ നൽകിയിട്ടുള്ളത് 11/9/2021 ആണ്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് നൽകുന്നത്. ഏജ് റിലാക്സേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഏജ് റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 1 തൊട്ട് 10 വരെയുള്ള തസ്തികകളിലേക്ക് അവർ ആദ്യം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്ന CBT ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അതിനുശേഷം മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അവർ ഇപ്പോൾ ചോദിച്ചിട്ടുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രകാരം മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യൻ റെയിൽവേയുടെ മെഡിക്കൽ മാനുവലിൽ അവൈലബിൾ ആണ്. അത് നോക്കി പ്രിപ്പയർ ചെയ്യണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 11ാമത്തെ തസ്തികയായ സ്റ്റേഷൻ കൺട്രോളർ, ട്രെയിൻ ഓപ്പറേറ്റർ, ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയറായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ആദ്യം അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്നതാണ്. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് സൈക്കോമെട്രിക് ടെസ്റ്റ് നടത്തുന്നതാണ്. അതിനുശേഷം മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നിവ നടത്തുന്നതാണ്. അതുവഴിയാണ് നിങ്ങൾക്ക് സെലക്ഷൻ ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ബോണ്ട് 2 വർഷത്തെ ബോണ്ടാണ് അവർ പറയുന്നത്. ബോണ്ടിന്റെ ഡീറ്റെയിൽസ് അവർ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാർട്ടായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മെയിൻ്റനൻസ് അസോസിയേറ്റ്, പ്രോഗ്രാമിംഗ് അസോസിയേറ്റ്, സ്റ്റേഷൻ കൺട്രോളർ, ട്രാഫിക് കൺട്രോളർ എന്നീ തസ്തികയിലേക്കുള്ള റെമ്യൂണറേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 35,250 രൂപ പെർ മന്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ട്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 37,750 രൂപ പെർ മന്ത് ആണ്. ടെക്നീഷ്യൻ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 23,850 രൂപ പെർ മന്ത് ആണ് നൽകുകയും ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ചാർട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അവൈലബിളുമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് പറയുന്നത്. അൺറിസർവ്ഡ് OBC EWS എക്സ് സർവീസ് കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ റീഫണ്ടബിൾ ആയിട്ട് 500 രൂപയാണ് അവർ ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ SC/ST കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട രീതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. പേയ്മെന്റ് ഗേറ്റ്വേ വരുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് പേ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ട മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. വേറെ യാതൊരു വിധമായ അപേക്ഷാ മെത്തേഡും അവർ സ്വീകരിക്കുന്നതല്ല. ഇതിനായിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്തതിനു ശേഷം അതുവഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിച്ചിട്ടുള്ള റെലവൻറ്റ് ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും അവർ ചോദിച്ചിട്ടുള്ള സൈസിലും ഏതൊക്കെ ഫോർമാറ്റിലും ആണ് എന്നുള്ള ഡീറ്റെയിൽസ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അവർ പ്രത്യേകം സ്റ്റെപ്പ് വൈസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അത് ചെക്ക് ചെയ്തതിനു ശേഷം അത് പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിനു ശേഷം അവർ ചോദിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെന്റുകളും സർട്ടിഫിക്കറ്റുകളും വെച്ച് അപ്ലൈ ചെയ്യണം എന്ന് ഓർപ്പിക്കുകയും ചെയ്യുന്നു. കാരണം ഏതെങ്കിലും ഡോക്യുമെന്റുകളോ സർട്ടിഫിക്കറ്റോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നതുമാണ്. ദയവായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന അവസാന തീയതിയായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 30/9/2021 രാത്രി 11:59 വരെ ആയിരിക്കും. അതിന് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്നുകൂടി ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിലവിലെ എക്സാമിനേഷൻ സെന്റർ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന ഡൽഹി NCR മാത്രമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ എൻക്വയറി ചെയ്തിട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മെയിൽ ID അവർ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ മെയിൽ ID കൊടുത്തിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.